Hi friends, ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷ് ആണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് വഴുതനങ്ങയാണ്. അപ്പോൾ നമുക്ക് സാധാരണ കിട്ടാറുള്ള ചെറിയ വഴുതനങ്ങ വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള വെച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയ വഴുതനങ്ങയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കടക്കാം. നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഈ വഴുതനങ്ങ ഒന്ന് ചുട്ടെടുക്കാം. കുറച്ച് വലിയ വഴുതനങ്ങ ആയതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് പിടിക്കുന്നതിന് കുറച്ച് ഈസിയാണ്. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് ചെറിയ വഴുതനങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ കൈയൊന്നും പൊള്ളാതെ ഒന്ന് സൂക്ഷിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ രണ്ട് വഴുതനങ്ങ വെച്ച് ചെയ്തിട്ടുള്ളപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇതേപോലെ ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒന്ന് ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇതൊന്ന് തണുത്ത് ആറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ. അപ്പോൾ വഴുതനങ്ങ മസാല നമുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആ കടുക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കടുക് കൂടി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, കറിവേപ്പില, പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. അതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളി പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുന്നതിനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്താണ് വഴറ്റുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ആ വഴുതനങ്ങ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ വഴുതനങ്ങ ഒന്ന് തണുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫുള്ള് തൊലിയും കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്കത് ആ മസാലയ്ക്കകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അതിനാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി അരിഞ്ഞതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ വഴുതനങ്ങ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വഴുതനങ്ങയും തക്കാളിയും ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് വഴുതനങ്ങ ഉടച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മല്ലിപ്പൊടിയും ഈ പൊടി ഐറ്റംസ് എല്ലാം ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തെല്ലാം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടുന്നത്. അപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് വേണം നമ്മൾ ചേർക്കാൻ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.